കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സെക്കൻഡ് മൊഡ്യൂൾ ഒന്ന് റിവൈസ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. അതിൽ എല്ലാ ടോപ്പിക്സും എന്താണ് എങ്ങനെയാണെന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എക്സാമിന് നോക്കുമ്പോൾ അതിൽ നിന്ന് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കിയിട്ട് അതിൽ വരുന്ന ക്വസ്റ്റ്യൻസ് നന്നായി നോക്കി പോവാം. പിന്നെ അത്ര വലിയ ലെങ്തി മൊഡ്യൂളൊന്നും അല്ലല്ലോ, അപ്പോൾ മാക്സിമം എല്ലാ പോയിൻറ്റ്സും എല്ലാ ടോപ്പിക്സും സബ് ടോപ്പിക്സും കവർ ചെയ്ത് പോവുക. എന്താണ് ഒരു ടോപ്പിക്ക് കണ്ടാൽ അത് എന്താണെന്നുള്ള മിനിമം ഒരു നോളേജ് എന്തായാലും നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. പിന്നെ പറഞ്ഞു വരുന്ന ക്വസ്റ്റ്യൻസാണ് നോക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ കണ്ടിട്ടുണ്ടാവും. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, പിന്നെ 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതുപോലെ തന്നെ 7-8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ക്വസ്റ്റ്യൻ മാർക്കിൽ ചേഞ്ച് വന്നാലും ഈ ഒരു സെയിം പാറ്റേൺ ആയിരിക്കും ഫോളോ ചെയ്യുക. 2 മാർക്ക് ആ ഒരു ലെങ്ത്തിൽ എഴുതാവുന്ന ഒരു ക്വസ്റ്റ്യൻ, പിന്നെ 6 മാർക്കിൻ്റെ കുറച്ചുകൂടെ ലെങ്ത്ത് കൂട്ടിയിട്ട് ഒരു പാരഗ്രാഫ് മോഡൽ, പിന്നെ ഒരു എസ്സേ മോഡലായിട്ടുള്ള 7-8 അല്ലെങ്കിൽ 9 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ. ആ ഒരു രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ ഉണ്ടാവുക. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിലൊക്കെ ചെറിയ ചെറിയ ടോപ്പിക്സ് ആയിരിക്കും ചോദിക്കുക. അപ്പോൾ അതിനനുസരിച്ചുള്ള ടോപ്പിക്സ് എല്ലാം കവർ ചെയ്ത് പോയിട്ടുണ്ടായിരിക്കണം. ഇപ്പോൾ എക്കോളജി എന്താണ്, വാട്ട് ഈസ് എക്കോളജി എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഡെഫിനിഷൻ, ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഓർഗാനിസംസ് ആൻഡ് ദ എൻവയോൺമെൻറ്റ് എന്നുള്ള ആ ഒരു ആൻസർ അവിടെ കൊടുക്കാൻ കഴിയണം. പിന്നെ അതേപോലെ വാട്ട് ഈസ് എക്കോസിസ്റ്റം ചോദിക്കുകയാണെങ്കിൽ അങ്ങനെ അതും കൊടുക്കാൻ കഴിയണം. പിന്നെ ടൈപ്സ് ഓഫ് ഇക്കോസിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് ക്യാൻ ബി നാച്ചുറൽ ഓർ ആർട്ടിഫിഷ്യൽ എന്ന് പറഞ്ഞിട്ട് കൊടുത്തു പോകേണ്ടതാണ്. പിന്നെ നാച്ചുറൽ എക്കോസിസ്റ്റത്തിൽ ഇപ്പോൾ ആ ഒരു വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് ഇക്കോസിസ്റ്റം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ 2 ടൈപ്സ് എഴുതിയിട്ട് നാച്ചുറൽ എക്കോസിസ്റ്റം ആൻഡ് ആർട്ടിഫിഷ്യൽ എക്കോസിസ്റ്റം എന്ന് കൊടുക്കാം. എന്നിട്ട് നാച്ചുറൽ എക്കോസിസ്റ്റം ഏതൊക്കെയാണെന്നുള്ളത് വേണമെങ്കിൽ നാച്ചുറൽ എക്കോസിസ്റ്റം എന്താണെന്നുള്ളത് നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അത് നാച്ചുറലായിട്ട് അല്ലെങ്കിൽ നേച്ചറിൽ എൻവയോൺമെൻറ്റിലുള്ളതാണ്. ആർട്ടിഫിഷ്യൽ എക്കോസിസ്റ്റം എന്ന് പറയുമ്പോൾ ഹ്യൂമൻ ബീങ്സ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തതാണെന്ന് പറഞ്ഞിട്ടൊരു ചെറിയൊരു എക്സ്പ്ലനേഷൻ കൊടുത്തിട്ട് ഈ ടൈപ്സ് എഴുതാം. അപ്പോൾ നാച്ചുറലാണെന്നുണ്ടെങ്കിൽ ടെറസ്ട്രിയലും ഉണ്ട്, അക്വാട്ടിക്കും ഉണ്ട്. ടെറസ്ട്രിയൽ നമുക്ക് ഫോറസ്റ്റ്, ഗ്രാസ് ലാൻഡ്, ഡെസേർട്ട് അതൊക്കെ പറയാം. അക്വാട്ടിക് എക്കോസിസ്റ്റം എന്ന് പറയുമ്പോൾ വാട്ടറിലുള്ളത്, അതിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് ഫ്രഷ് വാട്ടർ എക്കോസിസ്റ്റവും മറൈൻ വാട്ടർ എക്കോസിസ്റ്റമാണ്. അത് കഴിഞ്ഞ് അടുത്തതായത് വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇക്കോസിസ്റ്റം എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ വരാം. അപ്പോൾ ഈ പറയുന്ന ക്യാരക്ടറിസ്റ്റിക്സ് അത് ഇറ്റ് ക്യാൻ വേരി ഇൻ സൈസ് പറഞ്ഞിട്ട് ദെൻ അതിൽ കോമൺ ഫീച്ചേഴ്സായിട്ട് ഫ്ലോ ഓഫ് എനർജിയും കെമിക്കൽ സൈക്ലിങ്ങും പറയാം. ദെൻ ആ പോയിൻറ്റ്സൊക്കെ ഒന്ന് നോക്കി പോവുക. ഇക്കോസിസ്റ്റം ക്യാൻ ബി ടെമ്പററി ഓർ പെർമനൻറ്റ്, അങ്ങനത്തെ പോയിൻറ്റ്സ് എല്ലാം വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇക്കോസിസ്റ്റം ചോദിക്കുകയാണെങ്കിൽ ഈ പോയിൻറ്റ്സ് എല്ലാം ഇൻക്ലൂഡ് ചെയ്യണം. ദെൻ സ്ട്രക്ചർ ഓഫ് ഇക്കോസിസ്റ്റം ചോദിക്കാം. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ എക്കോസിസ്റ്റം എന്ന് പറഞ്ഞാൽ ഈ സ്ട്രക്ചർ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ മെയിനായിട്ട് നമ്മൾ ഈ ഒരു ഡയഗ്രാം വരച്ചൊക്കെയാണ് നല്ലത്. ഈ ഒരു ഡിവിഷൻ വരച്ചൊക്കെയാണെന്നുണ്ടെങ്കിൽ മാർക്ക് എവിടെയും പോവാതെ കിട്ടും, കാരണം കറക്റ്റായിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണമെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന പോലെ നമുക്ക് 2 എക്സ്പ്ലെയിൻ ചെയ്യാം. കണ്ടല്ലോ, ആ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസറായിട്ട് വാട്ട് ഈസ് ദ സ്ട്രക്ചർ ഓഫ് എക്കോസിസ്റ്റം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം ഇങ്ങനെ ഒന്ന് വരച്ചിട്ട് ഓരോന്നും കൊടുക്കുക. പിന്നെ അത് ഓരോന്നും എന്താണെന്നുള്ളത്, ഇപ്പോൾ കൺസ്യൂമേഴ്സ് പറയുമ്പോൾ അതിലേതൊക്കെ വരും, പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുമ്പോൾ അതേതാണെന്നുള്ളതൊക്കെ ഒന്ന് മെൻഷൻ ചെയ്തിട്ട്, പിന്നെ 2ആയിട്ട് നമുക്കറിയാമല്ലോ. സ്ട്രക്ചറിൽ മെയിനായിട്ട് എക്കോസിസ്റ്റത്തിനെ 2ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്, ബയോട്ടിക് കോമ്പണൻസും അബയോട്ടിക് കോമ്പണൻസും. അപ്പോൾ ബയോട്ടിക് കോമ്പണൻസിനെ വീണ്ടും 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, പ്രൊഡ്യൂസേഴ്സും കൺസ്യൂമേഴ്സും ഡീകമ്പോസേഴ്സും. പിന്നെ അബയോട്ടിക് കോമ്പണൻസിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് ക്ലൈമാറ്റിക്കും മെഡാഫിക്കും ആണ്. അത് കഴിഞ്ഞിട്ട് കൺസ്യൂമേഴ്സിനെ വീണ്ടും 4ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, പ്രൈമറി കൺസ്യൂമേഴ്സ്, സെക്കൻഡറി കൺസ്യൂമേഴ്സ്, ടെർഷ്യറി കൺസ്യൂമേഴ്സ് ആൻഡ് ക്വാട്ടേണറി കൺസ്യൂമേഴ്സ്. ഇതിൽ പിന്നെ അബയോട്ടിക് കോമ്പണൻസ്, അതായത് അതിലൊരു കൺഫ്യൂഷൻ വരണ്ട. ഒരു എക്കോസിസ്റ്റത്തിൽ ബയോട്ടിക് കോമ്പണൻസ് പറയുമ്പോൾ ലിവിങ് തിങ്സ് ആണ് അല്ലെങ്കിൽ ലിവിങ് ബീങ്സ് ആണ്. അബയോട്ടിക് എന്ന് പറയുമ്പോൾ നോൺ ലിവിങ് അല്ലെങ്കിൽ ആ ഒരു എൻവയോൺമെൻറ്റിൽ വരുന്ന ബാക്കി എലമെൻറ്റ്സ്, ഇപ്പോൾ റെയിൻ വാട്ടർ, ലൈറ്റ്സ്, ആ പറയുന്നതൊക്കെയാണ് അബയോട്ടിക് കോമ്പണൻസിൽ വരുന്നത്. ദെൻ ക്ലൈമാറ്റിക് അബയോട്ടിക് കോമ്പണൻസിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്തതിൽ ക്ലൈമാറ്റിക് ഉണ്ട്, എഡാഫിക് ഉണ്ട്. ക്ലൈമാറ്റിക് എന്ന് പറയുമ്പോൾ അതിൽ 4 റെയിൻ, ലൈറ്റ്, വിൻഡ്, ടെമ്പറേച്ചർ. പിന്നെ എഡാഫിക് എന്നുണ്ടെങ്കിൽ സോയിൽ, മിനറൽസ്, ടോപ്പോഗ്രഫി എന്നുള്ളതാണ്. അപ്പോൾ അതൊന്നും ആ ഒരു ഇങ്ങനെ ഒന്ന് വരച്ചിട്ട് അടയാളപ്പെടുത്തി കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. പിന്നെ ഇതേപോലെ എക്സ്പ്ലെയിൻ ചെയ്യും. ബയോട്ടിക് കോമ്പണൻസ് പറയുമ്പോൾ അതിൽ പ്ലാന്റ്സ് ഇൻക്ലൂഡഡ് ആണ്, ആനിമൽസ് ഇൻക്ലൂഡഡ് ആണ്, പിന്നെ മൈക്രോ ഓർഗാനിസംസ് ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ വാട്ട് ഈസ് ബയോട്ടിക് കോമ്പണൻസ് ഇൻ ആൻ എക്കോസിസ്റ്റം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന പോലെ കൊടുക്കണം. വാട്ട് ഈസ് ബയോട്ടിക് കോമ്പണൻസ് ഇൻ ആൻ എക്കോസിസ്റ്റം, അല്ലെങ്കിൽ വാട്ട് ആർ ദ അബയോട്ടിക് കോമ്പണൻസ് ഇൻ ആൻ എക്കോസിസ്റ്റം ചോദിക്കുകയാണെങ്കിൽ ഇതും ഇങ്ങനെയും കൊടുക്കണം.
അപ്പോൾ ബയോട്ടിക് കോമ്പണൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിൽ മെയിനായിട്ട് ലിവിങ് ഓർഗാനിസമാണ് വരുന്നതെന്ന് പറയണം. പിന്നെ അതിൽ ആ ലിവിങ് ഓർഗാനിസത്തിൽ പ്ലാന്റ്സ് വരും, ആനിമൽസ് വരും, മൈക്രോ ഓർഗാനിസംസ് വരും എന്ന് പറയണം. ദെൻ ആ ഒരു ഡിവിഷൻ ബയോട്ടിക് കോമ്പണൻസിനെ ഈ ഡിവിഷൻ കൊടുത്തിട്ടുണ്ട്, പ്രൊഡ്യൂസേഴ്സ്, കൺസ്യൂമേഴ്സ്, ഡീകമ്പോസേഴ്സ് എന്നുള്ളത്. അത് നമ്മൾ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണ്. അപ്പോൾ പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്നത് പ്ലാന്റ്സ് ആണ്. ആ പ്ലാന്റ്സ് ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന പ്രോസസ്സിലൂടെയാണ് ഫുഡ് ഉണ്ടാക്കുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ അതിൽ ഇൻക്ലൂഡ് ചെയ്യണം. പിന്നെ കൺസ്യൂമേഴ്സിനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ള പ്രൈമറി കൺസ്യൂമേഴ്സ്, സെക്കൻഡറി കൺസ്യൂമേഴ്സ്, ടെർഷ്യറി കൺസ്യൂമേഴ്സ്, അതെല്ലാം പറഞ്ഞു പോവുക. ലാസ്റ്റ് ഡീകമ്പോസേഴ്സ് എന്താണ് ഏതാണെന്നൊക്കെ. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ് ഓരോ ടോപ്പിക്കും. ഇപ്പോൾ ജസ്റ്റ് ക്വസ്റ്റ്യൻസ് എങ്ങനെ വരിക എന്നുള്ളൊരു മോഡൽ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. അപ്പം ഓരോ ടോപ്പിക്കും നോക്കി പോകണം. കാരണം ഒരൊറ്റ മൊഡ്യൂൾ വെച്ചിട്ടാണ് നമ്മൾ ഈ എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ആ മൊഡ്യൂളിലെ എല്ലാവരും ഓൾമോസ്റ്റ് എല്ലാ ടോപ്പിക്സും നിങ്ങൾ കവർ ചെയ്തിട്ടുണ്ടായിരിക്കണം. പിന്നെ അബയോട്ടിക് കോമ്പണൻസ് അതേപോലെ തന്നെ നോൺ ലിവിങ് കോമ്പണൻസ് ഓഫ് എക്കോസിസ്റ്റം എന്ന് പറയാം. അപ്പോൾ അതിൽ ഇനോർഗാനിക് സബ്സ്റ്റൻസ് ആയിട്ടുള്ള ഹൈഡ്രജൻ, നൈട്രജൻ, പൊട്ടാസ്യം അങ്ങനെ പറയുന്ന സൾഫർ അങ്ങനെ പറയുന്നതൊക്കെ വരാമെന്നുള്ളതും കൂടെ ഇൻക്ലൂഡ് ചെയ്യുക. ഇതൊക്കെയാണ്. പിന്നെ ഓർഗാനിക് സബ്സ്റ്റൻസസ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും ലിക്വിഡ്സും ഒക്കെ നമ്മൾ എന്തായിട്ടാണ് കണക്കാക്കുന്നത്? അബയോട്ടിക് കോമ്പണൻസ് ആയിട്ടാണ് കണക്കാക്കുന്നത്. പിന്നെ ഫിസിക്കൽ ഫാക്ടേഴ്സ് ആയിട്ടുള്ള ലൈറ്റ്, ടെമ്പറേച്ചർ, വാട്ടർ, സോയിൽ, അതൊക്കെ നോൺ ലിവിങ് ആയിട്ടുള്ള ഒരു എക്കോസിസ്റ്റത്തിൽ ഇപ്പോൾ നമ്മളൊരു ഫോറസ്റ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ജീവനില്ലാത്ത ബാക്കിയുള്ള വസ്തുക്കളെയൊക്കെ നമുക്ക് അബയോട്ടിക് കോമ്പണൻസ് ആയിട്ട് കണക്കാക്കാം. പ്ലാന്റ്സിനൊക്കെ ബയോട്ടിക് കോമ്പണൻസ് ആയിട്ടാണ് കണക്കാക്കുന്നത്. ദെൻ വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് ആൻ എക്കോസിസ്റ്റം, ഒരു ക്വസ്റ്റ്യൻ വരാം. വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് ആൻ എക്കോസിസ്റ്റം? അപ്പോൾ അതിൽ നമ്മൾ 3 ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. ന്യൂട്രിയൻ സൈക്കിളും, ഫ്ലോ ഓഫ് എനർജി ആൻഡ് ഇൻ്റർ റിലേഷൻ. അപ്പോൾ ന്യൂട്രിയൻ സൈക്കിൾ എന്നുണ്ടെങ്കിൽ ആ ന്യൂട്രിയൻസ് ഒരു പ്ലാന്റിൽ നിന്ന് തിരിച്ച് പ്ലാന്റിലേക്ക് എത്തുന്ന ആ ഒരു സൈക്ലിങ്, ന്യൂട്രിയൻ സൈക്ലിങ്. പ്ലാന്റിൽ നിന്ന് തിരിച്ച് പ്ലാന്റ്, ആനിമൽസ്, മൈക്രോ ഓർഗാനിസം തിരിച്ച് വീണ്ടും അത് പ്ലാന്റ്സിലേക്ക് തന്നെ എത്തുന്ന ആ ഒരു ന്യൂട്രിയൻ സൈക്ലിംഗ് എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സാണ്. ദെൻ വാട്ട് ഈസ് ഫ്ലോ ഓഫ് എനർജി ഇൻ ഫങ്ഷൻ ഓഫ് ആൻ എക്കോസിസ്റ്റം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഫ്ലോ ഓഫ് എനർജി എന്ന് പറയുന്നതിൽ മെയിനായിട്ട് പോയിന്റ് വേണ്ടത് പ്ലാന്റ്സ് സ്വീകരിക്കുന്ന സോളാർ എനർജീനെ അവർ കെമിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാണ്. സോളാർ എനർജീനെ കെമിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യേണ്ടത്. അത് ആ ഫോട്ടോസിന്തസിസ് അല്ലെങ്കിൽ പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സിലൂടെ പ്ലാന്റ്സ് സോളാർ എനർജീനെ കെമിക്കൽ എനർജി ആക്കി മാറ്റണം. ആ ഒരു പോയിന്റ് എന്തായാലും വരണം. ദെൻ ആ ഒരു കെമിക്കൽ എനർജിയുടെ കുറച്ച് ഭാഗം അവരുടെ ഗ്രോത്തിന് വേണ്ടി അവർ ഉപയോഗിക്കും, ബാക്കി ഭാഗം സ്റ്റോർ ചെയ്ത് വയ്ക്കും. പിന്നെ ആ പ്ലാന്റിനെ ഫുഡാക്കുന്ന ആനിമൽസിലൂടെ ഇതിങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതാ പറയുന്നത് ഫ്ലോ ഓഫ് എനർജി. ആ ഒരു കെമിക്കൽ എനർജിയുടെ ഫ്ലോ ആണ് ഒരു പ്ലാന്റിൽ നിന്ന് ഒരു അനിമൽക്ക് പിന്നെ വേറൊന്നിലേക്ക് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു ഫുഡ് ചെയിനിൽ മൊത്തമായിട്ടുണ്ടാവും. ദെൻ ഇൻ്റർ റിലേഷൻ എന്ന് വെച്ചാൽ ആ ഒരു നമുക്കറിയാം, നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് കൊടുക്കുന്നു, മരങ്ങൾ നമുക്ക് ഓക്സിജൻ തരുന്നു. ആ ഒരു പ്രോസസ്സാണ് ഇൻ്റർ റിലേഷനിൽ പറയുന്നത്. പിന്നെ ഒരു ഹോമിയോസ്റ്റാറ്റിസ് എന്താണെന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. എക്കോസിസ്റ്റം മെയിൻറ്റെയിൻസ് ഫങ്ഷണൽ ബാലൻസ് ബിറ്റ്വീൻ വേരിയസ് കോമ്പണൻസ്. അതായത് ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും ആ ഒരു ബാലൻസ് കീപ്പ് ചെയ്യുന്നുണ്ട്. അത് ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഹോമിയോസ്റ്റാറ്റിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കിക്കോ. ദെൻ ബയോം എന്താണെന്നുള്ളത് നോക്കണം. ഇറ്റ് ഈസ് എ ലാർജ് എക്കോസിസ്റ്റം. ദെൻ ഇറ്റ് ഈസ് ആൻ ഏരിയ ഓൺ എർത്ത് സർഫസ് ദാറ്റ് ഹാസ് സിമിലർ ക്ലൈമറ്റ്, പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. ഇപ്പോൾ ഡെസേർട്ട് ആവാം, ഫോറസ്റ്റ് ആവാം, അല്ലാന്നുണ്ടെങ്കിൽ ഫ്രഷ് വാട്ടർ, മറൈൻ വാട്ടർ, അതൊക്കെ ഏതും ആവാം. അങ്ങനെ ഒരു കുറച്ചും കൂടെ വലിയൊരു എക്കോസിസ്റ്റത്തിനെയാണ് നമ്മൾ ബയോ എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ ക്ലാസിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നോക്കി പോകണം. അക്വാട്ടിക്, ഫ്രഷ് വാട്ടർ, മറൈൻ, ടെറസ്ട്രിയൽ, ട്വിൻഡ്രാസ്, ഫോറസ്റ്റ്, ഗ്രാസ് ലാൻഡ്, ഡെസേർട്ട് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ലാർജ് ആയിട്ടുള്ള എക്കോസിസ്റ്റത്തിനെയാണ് നമ്മൾ ബയോ എന്ന് പറയുന്നത്. അടുത്തായി പറയുന്നത് എക്കോളജിക്കൽ സക്സഷനാണ്. നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. വാട്ട് ഈസ് എക്കോളജിക്കൽ സക്സഷൻ എന്ന് വെച്ചാൽ ദ ഫിനോമിനൻ ഓഫ്, ആ ഒരു ഡെഫിനിഷൻ, ആ ഒരു ലൈൻ എന്തായാലും വേണം. ദ ഫിനോമിനൻ ഓഫ് ട്രാൻസിഷൻ ഫ്രം വൺ ബയോട്ടിക് കമ്മ്യൂണിറ്റി ടു അനദർ ഈസ് കോൾഡ് എക്കോളജിക്കൽ സക്സഷൻ എന്നാണ്. അപ്പോൾ ഒരു ബയോട്ടിക് കമ്മ്യൂണിറ്റിയിൽ നിന്ന് വേറൊരു കമ്മ്യൂണിറ്റിക്ക് മാറുന്നതിനാണ്. ഇപ്പോൾ ഒരു ആനിമൽ ആയാലും പ്ലാന്റ് ആയാലും അവരുടെ ആ ഒരു ബയോട്ടിക് കമ്മ്യൂണിറ്റിയിൽ നിന്ന് വേറൊരു കമ്മ്യൂണിറ്റിക്ക് മാറുകയാണ്. അതിനിപ്പോൾ ക്ലൈമാറ്റിക് ചേഞ്ചസ് ബാധിക്കാം, അങ്ങനെ ഫിസിക്കൽ ഫാക്ടേഴ്സ് ഒരുപാടുണ്ട്. എന്തെങ്കിലുമൊക്കെ കാരണങ്ങളാൽ ഏതെങ്കിലും പ്ലാന്റ്സോ അല്ലാന്നുണ്ടെങ്കിൽ അനിമൽസോ അവർ നിൽക്കുന്ന ആ ഒരു ബയോട്ടിക് കമ്മ്യൂണിറ്റിയിൽ നിന്ന് വേറൊരു കമ്മ്യൂണിറ്റിയിലേക്ക് മാറിപ്പോകുന്നതിനാണ്.
പിന്നെ അതിൽ ഒന്ന് പറയുന്നത് പ്രൈമറി സക്സഷനും ഉണ്ട്, സെക്കൻഡറി സക്സഷനും ഉണ്ട്. പ്രൈമറി സക്സഷൻ എന്ന് വെച്ചാൽ ഒന്നുമില്ലാത്തൊരു ലൈഫ്ലെസ് ഏരിയയിൽ ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റ് വരികയാണ്, ഒരു പ്ലാന്റോ ആനിമൽസോ അല്ലെങ്കിൽ അവിടെ വന്ന് ജോയിൻ ചെയ്തിട്ട് അവർ അവിടെ താമസം തുടങ്ങുകയാണ്. ദെൻ സെക്കൻഡറി സക്സഷൻ എന്ന് പറയുമ്പോൾ മറ്റ് ബയോട്ടിക് കമ്മ്യൂണിറ്റീസ് ഉള്ള ഏരിയയിൽ വേറെ അതർ ബയോട്ടിക് കമ്മ്യൂണിറ്റീസ് വന്ന് ജോയിൻ ചെയ്യുന്നതിനാണ് സെക്കൻഡറി സക്സഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് നോക്കിപ്പോണം. വാട്ട് ഈസ് എക്കോളജിക്കൽ സക്സഷൻ ചോദിക്കുകയാണെങ്കിൽ അതിൽ എന്താണെന്ന് പറയണം. പിന്നെ ഈ പറയുന്ന പോയിൻറ്റ്സൊക്കെ വേണം. മെയിനായിട്ട് പ്രൈമറി സക്സഷനും സെക്കൻഡറി സക്സഷനും ആ പോയിൻ്റ് വേണം. ദെൻ ഫുഡ് ചെയിൻ എന്താണെന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഒരുവിധം കണ്ടിട്ടുള്ളതാണ്. വാട്ട് ഈസ് ഫുഡ് ചെയിൻ അല്ലെങ്കിൽ ഡ്രോ എ ഫുഡ് ചെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ദ ട്രാൻസ്ഫർ ഓഫ് ഫുഡ് എനർജി ഫ്രം പ്രൊഡ്യൂസേഴ്സ് ടു ഡീകമ്പോസേഴ്സ് ത്രൂ എ സീരീസ് ഓഫ് ഓർഗാനിസംസ് ഈസ് കോൾഡ് എ ഫുഡ് ചെയിൻ. ഫുഡ് എനർജി പ്രൊഡ്യൂസേഴ്സിൽ നിന്ന് ഡീകമ്പോസേഴ്സിലേക്ക് ഓരോ ഓർഗാനിസത്തിലൂടെ, ഇപ്പോൾ പ്ലാന്റ്, ആനിമൽസ്, അങ്ങനെ ആ ഇതിലൂടെ പോകുന്ന ആ ഒരു ചെയിനിനെയാണ് നമ്മൾ ഫുഡ് ചെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഡെഫിനേഷൻ മാക്സിമം ഈ ലൈൻസ് അതുപോലെ തന്നെ പഠിക്കുക. വാട്ട് ഈസ് ഫുഡ് ചെയിൻ അല്ലെങ്കിൽ ഡ്രോ എ ഫുഡ് ചെയിൻ എന്ന് പറഞ്ഞാൽ ആ ഒരു ഡെഫിനിഷൻ കൊടുക്കുക. വാട്ട് ഈസ് ഫുഡ് ചെയിൻ ചോദിക്കുകയെന്നുണ്ടെങ്കിൽ ആ ഒരു ഡെഫിനിഷൻ കൊടുക്കുക. ഇറ്റ് ഈസ് ദ ട്രാൻസ്ഫർ ഓഫ് ഫുഡ് എനർജി ഫ്രം പ്രൊഡ്യൂസേഴ്സ് ടു ഡീകമ്പോസേഴ്സ് ത്രൂ എ സീരീസ് ഓഫ് ഓർഗാനിസംസ്. ഇറ്റ് ഈസ് എ ട്രാൻസ്ഫർ ഓഫ് ഫുഡ് എനർജി ഫ്രം പ്രൊഡ്യൂസേഴ്സ് ടു ഡീകമ്പോസേഴ്സ് ത്രൂ എ സീരീസ് ഓഫ് ഓർഗാനിസംസ്. ഓരോ ഓർഗാനിസം അല്ല ഉള്ളത്, സീരീസ് ഓഫ് ഓർഗാനിസംസ് ആണുള്ളത്. അതിനെയാണ് ഫുഡ് ചെയിൻ എന്ന് പറയുന്നത്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് പ്രൊഡ്യൂസേഴ്സ്, കൺസ്യൂമേഴ്സ് ആൻഡ് ഡീകമ്പോസേഴ്സ്. പിന്നെ ഈ പ്രൊഡ്യൂസേഴ്സ് ആരാ നമുക്ക് പറയാം, ഗ്രീൻ പ്ലാന്റ്സ് ആണ്. കൺസ്യൂമേഴ്സ് ആരാ നമുക്ക് പറയാം, ആനിമൽസും മാനുമാണ്. പിന്നെ ഡീകമ്പോസേഴ്സ് എന്ന് പറയുന്നത് മൈക്രോ ഓർഗാനിസംസ് ആയിട്ടുള്ള ബാക്ടീരിയ, ഫംഗസ്, അതൊക്കെയാണ് നമുക്ക് പറയാം. ദെൻ ഇറ്റ് ഈസ് എ സിംഗിൾ പാത്വേ ത്രൂ വിച്ച് ഫുഡ് എനർജി ട്രാവൽസ് ഇൻ ആൻ ഇക്കോസിസ്റ്റം. അതൊരു സിംഗിൾ പാത്വേ എന്ന് പറയും. പിന്നെ ഒരു എക്സാമ്പിൾ വരയ്ക്കാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ അതിന് മുന്നേ വേരിയസ് സ്റ്റെപ്സ് ഇൻ ഫുഡ് ചെയിൻ ആർ കോൾഡ് ട്രോപ്പിക് ലെവൽസ്. അപ്പോൾ വേരിയസ് സ്റ്റെപ്സ് ഓരോ ഫുഡ് ചെയിനിൽ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഗ്രാസ് ഹോപ്പർ, ബേർഡ്, മൈക്രോ ഓർഗാനിസം, അതൊരു ഫുഡ് ചെയിനാണ്. അപ്പോൾ അതിൽ ഗ്രാസ് എന്ന് പറയുന്നത് ഒരു ട്രോപ്പിക് ലെവലാണ്, ഗ്രാസ് ഹോപ്പർ എന്ന് പറയുന്നത് വേറൊരു ട്രോപ്പിക് ലെവലാണ്, ബേർഡ് എന്ന് പറയുന്നത് അടുത്ത ട്രോപ്പിക് ലെവലാണ്, മൈക്രോ ഓർഗാനിസം എന്ന് പറയുന്നത് അതിൽ ലാസ്റ്റ് ട്രോപ്പിക് ലെവലാണ്. അപ്പോൾ ഈ ഒരു ഫുഡ് ചെയിനിലെ വേരിയസ് സ്റ്റെപ്സിന് നമ്മൾ പറയുന്ന പേരാണ് ട്രോപ്പിക് ലെവൽസ് എന്നുള്ളത്. അപ്പോൾ അതെന്താണെന്നുള്ളത്, വാട്ട് ഈസ് എ ട്രോപ്പിക് ലെവൽ ഇൻ എ ഫുഡ് ചെയിൻ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ആൻസർ പറയണം വേരിയസ് സ്റ്റെപ്സ് ഇൻ ഫുഡ് ചെയിൻ. ഓക്കെ, ഒരു ട്രോപ്പിക് ലെവൽ എന്താണെന്ന് വെച്ചാൽ വേരിയസ് സ്റ്റെപ്സ് ഇൻ ഫുഡ് ചെയിൻ ആണ്. അപ്പം എന്നിട്ട് അതൊരു എക്സാമ്പിളായിട്ട് ഗ്രാസ് ഫസ്റ്റ് ട്രോപ്പിക് ലെവൽ, അല്ലെങ്കിൽ അടുത്തത് ഗ്രാസ് ഹോപ്പർ സെക്കൻഡ് വൺ, അങ്ങനെ പറഞ്ഞിട്ട് ഒരു എക്സാമ്പിൾ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ ഓരോന്നും നോക്കി പോകണം, കാരണം കറക്റ്റായിട്ട് നോക്കി പോകണം. കാരണം അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യനൊക്കെ നമുക്ക് 2 മാർക്കിൻ്റെ മോഡലിൽ വരാം. പിന്നെ ഒരു ഫുഡ് ചെയിനിൽ വരുന്ന മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു ട്രോപ്പിക് ലെവലിൽ വരുന്ന പോപ്പുലേഷൻ്റെ ചേഞ്ച് മറ്റ് ട്രോപ്പിക് ലെവൽസിനെല്ലാം ബാധിക്കും എന്നുള്ളതാണ്. ദെൻ വാട്ട് ഈസ് ഫുഡ് വേവ് എന്ന് പറഞ്ഞിട്ടൊരു ക്വസ്റ്റ്യൻ വരാം. ഇൻ ദ എൻവയോൺമെൻറ്റ് സിമ്പിൾ ഫുഡ് ചെയിൻ കനോട്ട് ഓക്കെ. അപ്പോൾ അതാ പറയുന്നത് ഒരു സിംഗിൾ ഫുഡ് ചെയിനായിട്ട് മാത്രം ഒക്കെ ചെയ്യാൻ കഴിയില്ല. ഒരു ഗ്രാസിന് ഇപ്പോൾ ഗ്രാസ് ഹോപ്പർ മാത്രമേ കഴിക്കാവൂ എന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. അപ്പം in an ecosystem various food chains are linked together to form a network which is called food web. അത് രണ്ടാമത്തെ പോയിന്റിലുണ്ട്. In an ecosystem various food chains are linked together to form a network. It is called food web എന്നാണ് പറയുന്നത്. അപ്പോൾ in an ecosystem various food chains are linked together to form a network. ഇറ്റ് ഈസ് കോൾഡ് ഫുഡ് വെബ്. അപ്പോൾ ഫുഡ് വെബ് എന്ന് പറയുന്ന ഒരു നെറ്റ്വർക്കാണ് വേർ വേരിയസ് ഫുഡ് ചെയിൻസ് ആർ ലിങ്ക്ഡ് ടുഗെദർ. അതിനാണ് നമ്മൾ ഫുഡ് വെബ് എന്ന് പറയുന്നത്. ഇറ്റ് വിൽ ഇല്ലുസ്ട്രേറ്റ് ദ ഫീഡിങ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ഇൻ സർട്ടൻ ഏരിയ. അപ്പോൾ ആ ഒരു ഫീഡിങ് റിലേഷൻഷിപ്പ്, പ്ലാന്റിന് ആനിമൽസ് ഫുഡാക്കുന്നു, അങ്ങനെ ആ ഒരു ഫീഡിങ് റിലേഷൻഷിപ്പിനെയാണ് ഈ ഒരു ഫുഡ് വെബിലൂടെ ഷോ ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എക്സാമ്പിൾ കൊടുക്കുമ്പോൾ ഈ ഇത് ഒറ്റ എക്സാമ്പിളാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഗ്രാസിനെ ഗ്രാസ് ഹോപ്പർ ഫുഡാക്കുന്നുണ്ട്, ഗ്രാസ് ഹോപ്പറിനെ ഹോക്ക് ഫുഡാക്കുന്നുണ്ട്, വേറെ ഒന്നിൽ ഗ്രാസിനെ ഗ്രാസ് ഹോപ്പർ ഫുഡാക്കിയിട്ട് അതിനെ ലിസാർഡ് ഫുഡാക്കുന്നുണ്ട്, ദെൻ ഗ്രാസിനെ റാബിറ്റ്, മൗസിനെ ഹോക്ക്, ദെൻ മൗസിനെ സ്നേക്ക്. അപ്പോൾ ആ ഒരു ചേഞ്ച് വരുന്നുണ്ട്. മൗസിനെ സ്നേക്ക് കഴിക്കാൻ പാടുമെന്ന് പറയുന്നില്ല, ആർക്ക് വേണമെങ്കിലും അല്ലെങ്കിൽ വേറെ ഏത് അനിമലിന് വേണമെങ്കിലും കഴിക്കാമെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ വാട്ട് ഈസ് എ ഫുഡ് വെബ് എന്ന് ചോദിച്ചാൽ ഒരു ഡെഫിനേഷനായിട്ട്
അതിൻ്റെ ഒരു ഡെഫിനിഷൻ കൊടുക്കണം. ഇൻ ആൻ എക്കോസിസ്റ്റം വേരിയസ് ഫുഡ് ചെയിൻസ് ആർ ലിങ്ക്ഡ് ടുഗെദർ ടു ഫോം എ നെറ്റ്വർക്ക് ആൻഡ് ഇറ്റ് ഈസ് കോൾഡ് ഫുഡ് വെബ് എന്ന് കൊടുക്കണം. ഡ്രോ എ ഫുഡ് വെബ് എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു എക്സാമ്പിൾ കൊടുക്കണം. ഫുഡ് ചെയിനും ഫുഡ് വെബും തമ്മിൽ ഡിഫറൻസ് മനസ്സിലാക്കണം. ഫുഡ് ചെയിൻ എന്ന് പറയുമ്പോൾ ഒരെണ്ണമായിരിക്കും, ഫുഡ് വെബ് എന്ന് പറയുമ്പോൾ അതിൽ 4-5 എണ്ണമൊക്കെ വരും. ദെൻ എക്കോളജിക്കൽ പിരമിഡ്സ് എന്താണെന്നൊരു ക്വസ്റ്റ്യൻ വരാം. അപ്പം അതെന്താ നോക്കണം. ഈ ഒരു ടോപ്പിക് ലെവലിനെ ബേസ് ചെയ്തിട്ട് ഒരു പിരമിഡിൻ്റെ രൂപത്തിൽ വരയ്ക്കുന്നതിനെയാണ് എക്കോളജിക്കൽ പിരമിഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ഏറ്റവും ബേസിലുള്ള ടോപ്പിക് ലെവലിലുള്ള പ്ലാന്റ്സ് ആയിരിക്കും ഏറ്റവും കൂടുതൽ. പിന്നെ ആദ്യം ഈറ്റ് ചെയ്യുന്ന ആനിമൽസ് ആയിരിക്കും. അങ്ങനെ ടോപ്പിക് ലെവൽസ് കയറി പോകുന്നതോറും ഇതിൻ്റെ എണ്ണം കുറയുകയാണ് ചെയ്യുക. അപ്പോൾ ഒരു പിരമിഡിൻ്റെ ഷേപ്പ് പറഞ്ഞാൽ അടിയിൽ നല്ല വിഡ്ത്ത് ഉണ്ടായിരിക്കും, പിന്നെ മുകളിലോട്ട് പോകുന്നതോറും അതിങ്ങനെ കുറഞ്ഞ് വരില്ലേ ചെയ്യുക ആ ഒരു ഷേപ്പിൽ. അപ്പോൾ ലാർജർ ആനിമൽസ് ആകുമ്പോൾ അതിൻ്റെ റീപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി എന്നല്ല, ആ ഒരു റീപ്രൊഡക്ഷൻ കുറവായിരിക്കും. അപ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്ന പറയുന്നത്, ട്രോപ്പിക് ലെവലിൽ വരുമ്പോൾ ഏറ്റവും സ്മോൾ ആനിമൽസിൻ്റെ ആയിരിക്കും, അവരായിരിക്കും ട്രോപ്പിക് ലെവലിൽ ഏറ്റവും ബേസിൽ നിൽക്കുക. ദെൻ അതിൻ്റെ ഒരു എക്സാമ്പിൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ടെറിഷ്യറി ഒരു മോഡൽ വരച്ചിട്ടുണ്ട്. അപ്പോൾ വാട്ട് ഈസ് എക്കോളജിക്കൽ പിരമിഡ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണെന്ന് പറയണം. പിന്നെ അതിൻ്റെ ഡ്രോയെ എക്കോളജിക്കൽ പിരമിഡ് പറയുകയാണെങ്കിൽ ഇങ്ങനെ വരയ്ക്കാൻ വേണം. അപ്പോൾ ഇങ്ങനെ വരയ്ക്കുമ്പോൾ അതിൽ നമുക്ക് പിന്നെ ഗ്രാസ് ഹോപ്പ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെയും കൊടുക്കാം. ടൈപ്സ് ഓഫ് പിരമിഡ്സ് അവിടെ കൊടുത്തിട്ടുണ്ട്. പിരമിഡ് ഓഫ് നമ്പർ, പിരമിഡ് ഓഫ് ബയോമാസ്, പിരമിഡ് ഓഫ് എനർജി എന്ന് പറഞ്ഞിട്ട് ടൈപ്സും കൊടുത്തിട്ടുണ്ട്. അടുത്തത് 3 എക്കോസിസ്റ്റത്തിൻ്റെ ഡിവിഷനാണ്. അത് നോക്കണം. 3 ടൈപ്സ് ഓഫ് എക്കോസിസ്റ്റം ആണ്. ഗ്രാസ് ലാൻഡ് എക്കോസിസ്റ്റം ഉണ്ട്, ഡെസേർട്ട് എക്കോസിസ്റ്റം ഉണ്ട്, ഫോറസ്റ്റ് എക്കോസിസ്റ്റം. അങ്ങനെ 3 ടൈപ്സ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ഫോറസ്റ്റ് എക്കോസിസ്റ്റം, ഗ്രാസ് ലാൻഡ് എക്കോസിസ്റ്റം ആൻഡ് ഡെസേർട്ട് എക്കോസിസ്റ്റം. അപ്പോൾ അത് ഓരോന്നിലും ടൈപ്സ് അത് എന്താ നോക്കണം. അതിൽ ഡിഫറെൻറ്റ് ടൈപ്സ് കൊടുത്തിട്ടുണ്ട്, ടൈപ്സും ഫീച്ചേഴ്സും കൊടുത്തിട്ടുണ്ട്. അത് നോക്കണം, ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കണം. ഫോറസ്റ്റ് എക്കോസിസ്റ്റം എന്താണ്, അതിൽ എന്താണ് അതിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണ്, ടൈപ്സ് എന്താണ്, ഫീച്ചേഴ്സ് എന്താണ് നോക്കണം. കാരണം ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കണ്ട ക്വസ്റ്റ്യനാണ്. അതേപോലെ തന്നെ കാറ്റഗറീസ് നോക്കണം. ദെൻ സ്ട്രക്ചറും ഫങ്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട് അവിടെ. അത് കഴിഞ്ഞിട്ട് ഗ്രാസ് ലാൻഡ് എക്കോസിസ്റ്റം അതെന്താണെന്നുള്ളത് നോക്കണം. ഈ പറഞ്ഞ പോലെ തന്നെ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്, സ്ട്രക്ചറും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡെസേർട്ട് എക്കോസിസ്റ്റം നോക്കിപ്പോണം. അപ്പോൾ ആ 3 ടൈപ്സ് ഓഫ് എക്കോസിസ്റ്റത്തിൽ 3 കൊടുക്കണം. ഫോറസ്റ്റ്, ഗ്രാസ് ലാൻഡ് ആൻഡ് ഡെസേർട്ട് എക്കോസിസ്റ്റം. അത് കഴിഞ്ഞിട്ട് വാട്ട് ഈസ് കൺസെപ്റ്റ് ഓഫ് ബയോഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ വരാം. അപ്പോൾ ഈ പറയുന്ന ഇറ്റ് ഡീൽസ് വിത്ത് ദ ഡിഗ്രി ഓഫ് നാച്ചുറൽ വെറൈറ്റി എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ 3 ലെവൽസ് ഉണ്ട്. ജനറ്റിക് ഡൈവേഴ്സിറ്റി, സ്പീഷീസ് ഡൈവേഴ്സിറ്റി, എക്കോസിസ്റ്റം ഡൈവേഴ്സിറ്റി. 2 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്ര കൊടുത്താൽ മതി. അല്ല 6-8 മാർക്കിൻ്റെ ഒക്കെ എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് എന്താണ് ഇത് ഓരോന്നും, ജനറ്റിക് ഡൈവേഴ്സിറ്റി എന്താണ്, സ്പീഷീസ് ഡൈവേഴ്സിറ്റി എന്താണ്, അതേപോലെ തന്നെ എക്കോസിസ്റ്റം ഡൈവേഴ്സിറ്റി എന്താണെന്നുള്ളത് കൊടുക്കണം, ഡീറ്റെയിൽ ആയിട്ട് പറയണം. അപ്പോൾ അത് ഓരോന്നും നോക്കി പോകുമ്പോൾ കറക്റ്റായിട്ട് ഒരു വാട്ട് ഈസ് ജനറ്റിക് ഡൈവേഴ്സിറ്റി എന്നൊരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ അത് ആൻസർ ചെയ്യാൻ പറ്റണം. അതേപോലെ തന്നെ വാട്ട് ഈസ് സ്പീഷീസ് ഡൈവേഴ്സിറ്റി എന്നൊരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ അതിന് ആൻസർ കൊടുക്കാൻ കഴിയണം. പ്ലസ് എക്കോസിസ്റ്റം ഡൈവേഴ്സിറ്റി എന്താണെന്ന് പറഞ്ഞാൽ അതിന് ആൻസർ ചെയ്യാൻ പറ്റണം. അപ്പോൾ ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കി പോകണം. ബയോഡൈവേഴ്സിറ്റി എന്താണ്, അതിൻ്റെ 3 ലെവൽസ് എന്താണെന്നുള്ളത് നോക്കണം. ദെൻ ഹൗ ടു കൺസേർവ് ബയോഡൈവേഴ്സിറ്റി എന്നുള്ളതാണ് അടുത്തൊരു ടോപ്പിക്കായിട്ട് വരുന്നത്. അതിൽ രണ്ടായിട്ട് നമ്മൾ മെയിനായിട്ട് പറഞ്ഞു, ഇൻസിറ്റു, എക്സിറ്റു. ബയോഡൈവേഴ്സിറ്റി ഒരു ആനിമലിനെ അതിന് വംശനാശം സംഭവിച്ചു പോകുന്നതിൽ എങ്ങനെ സേവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇൻസിറ്റു എന്നുണ്ടെങ്കിൽ അതിൻ്റെ അത് നിലനിൽക്കുന്ന, ഇപ്പോൾ കാട്ടിലുള്ള ഒരു ജീവി എന്നുണ്ടെങ്കിൽ അതിൽ കാട്ടിൽ തന്നെ വെച്ചിട്ട് അതിൻ്റെ അറ്റ്മോസ്ഫിയറിൽ തന്നെ വെച്ചിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിനാണ് ഇൻസിറ്റു കൺസർവേഷൻ എന്ന് പറയുന്നത്. പിന്നെ എക്സിറ്റു കൺസർവേഷൻ എന്ന് പറയുമ്പോൾ അതിനെ വേറൊരു, ഇപ്പോൾ നമ്മൾ മൃഗശാലയ്ക്കൊക്കെ കൊണ്ടുവന്നിട്ട് അതിനെ നോക്കുന്നത്. അപ്പോൾ അതും നോക്കിപ്പോണം. വാട്ട് ഈസ് കൺസർവേഷൻ ഓഫ് ബയോഡൈവേഴ്സിറ്റി ചോദിക്കുകയാണെങ്കിൽ അത് കൊടുക്കണം. അതിൽ 2 ടൈപ്സ്, ഇൻസിറ്റു കൺസർവേഷൻ എന്താണ്, എക്സിറ്റു കൺസർവേഷൻ എന്താണെന്നൊക്കെ നോക്കിപ്പോണം. പിന്നെ എക്സിറ്റു കൺസർവേഷൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നൊക്കെ. ലാസ്റ്റ് ബയോളജിക്കൽ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്ന ടോപ്പിക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വാട്ട് ഈസ് ബയോളജിക്കൽ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്ലാന്റ്സ് വലിച്ചെടുക്കുന്നതിൽ ഇനോർഗാനിക് സബ്സ്റ്റൻസിൻ്റെ കൂടെ ടോക്സിക് എലമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ആ ടോക്സിക് എലമെൻറ്റ്സും ട്രാൻസ്ഫറബിൾ ആണ്, അല്ലെങ്കിൽ പ്ലാന്റ്സിൽ നിന്ന് ആനിമൽസിലേക്ക് അങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത് പോകുന്നുള്ളത് പറയുന്നതാണ് ബയോളജിക്കൽ മാഗ്നിഫിക്കേഷൻ. അപ്പോൾ അത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് വായിച്ച് നോക്കിയിട്ട്, കഴിഞ്ഞ ക്ലാസ് നോക്കിയിട്ട് കറക്റ്റായിട്ട് വായിച്ച് നോക്കിയിട്ട്
ഒരു ക്വസ്റ്റ്യൻ വന്നാൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയണം. അപ്പോൾ ഈ പറയുന്ന ക്വസ്റ്റ്യൻസൊക്കെ ഇതിൽ നിന്ന് ഒരുവിധം വരാവുന്ന ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ട്. എല്ലാം കറക്റ്റായിട്ട് നോക്കി പോകണം, ഒരു പോയിന്റ് പോലും ഇടരുത്. കാരണം ചെറിയ മൊഡ്യൂളാണ്, എവിടുന്ന് വേണമെങ്കിലും ക്വസ്റ്റ്യൻ വരാം. പിന്നെ ക്വസ്റ്റ്യൻ്റെ ഒരു മോഡൽ പറഞ്ഞല്ലോ, 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ, പിന്നെ 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ, 8 അല്ലെങ്കിൽ 9 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ, അങ്ങനെ ആയിട്ടാണ് വരും. അപ്പോൾ അതിനനുസരിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് പോകാനും കഴിയണം. അപ്പോൾ ഒരു ടോപ്പിക്ക് പഠിക്കുമ്പോൾ അതിൽ ടൈപ്സോ സ്ട്രക്ചറോ ക്യാരക്ടറിസ്റ്റിക്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ഡീറ്റെയിൽ ആയിട്ട് നോക്കണം.